നമസ്കാരം. ശബരിമലയിൽ അയ്യനെ കണ്ട് അനുഗ്രഹം വാങ്ങുക എന്നത് ഏതൊരു വ്യക്തിയുടെയും ആഗ്രഹമാണ്. എന്നാൽ മലയ്ക്ക് പോകുന്നതിന് മുൻപ് വളരെ ശ്രദ്ധാപൂർവം ചെയ്യുന്ന ചില ചടങ്ങുകളുണ്ട്. അതിലൊന്നാണ് കെട്ടുമുറക്കുന്ന കർമ്മം. ഈ ചടങ്ങ് ഏതെങ്കിലും പ്രത്യേക ദിവസമേ നിർവഹിക്കാവൂ എന്ന് നിർബന്ധമില്ല. വാദ്യഘോഷങ്ങൾ, അന്നദാനം മുതലായവയോടു കൂടിയാണ് കെട്ടുമുറുക്ക് നിർവഹിക്കുക. എത്ര നിരാഡംബരമായും ഇത് നിർവഹിക്കാവുന്നതാണ്. കെട്ട് നിറയ്ക്കുന്ന സഞ്ചിയുടെ പേര് ഇരുമുടി എന്നാണ്. ഇരുമുടിയിൽ മുൻകെട്ടെന്നും പിൻകെട്ടെന്നും രണ്ട് പ്രധാന ഭാഗങ്ങളുണ്ട്. നടുക്ക് മൂന്നാമതൊരറ കൂടി ഉണ്ടാക്കാം. ഇതിനെ നടുക്കെട്ടെന്നാണ് പറയുന്നത്. ഒരയ്യപ്പൻ ആവശ്യമുള്ള മിക്ക സാധനങ്ങളും ഈ ഇരുമുടിക്കെട്ടിൽ കൊള്ളിക്കാം. സ്വാമിക്ക് അഭിഷേകത്തിനുള്ള നെയ്ത്തേങ്ങ, കർപ്പൂരം, സ്വാമിക്കുള്ള അവൽ, മലർ, പൊടികൾ, കാണിക്ക, വഴിപാട് സാധനങ്ങൾ, അരി തുടങ്ങിയവയും സ്വാമി പൂജയ്ക്കുള്ള മറ്റ് സാധനങ്ങളും മുൻകെട്ടിൽ നിറയ്ക്കുന്നു. പിൻകെട്ടിൽ ഭക്ഷണത്തിനുള്ള പദാർത്ഥങ്ങൾ, അത്യാവശ്യ സാമഗ്രികൾ ഇവയും നിറയ്ക്കുന്നു. പ്രധാനമായവ ചെറു സഞ്ചികളിൽ നിറച്ചാണ് കെട്ട് നിക്ഷേപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇരുമുടിക്കൊപ്പം മറ്റു ചെറു സഞ്ചികളും കരുതണം. മുൻകെട്ട് എപ്പോഴും ദിവ്യമായി തന്നെ കരുതുന്നു. കെട്ടുമുറുക്കുന്ന ദിവസത്തിന്റെ മുൻപ് തന്നെ വൃത്തിയായി അലങ്കരിച്ച പന്തൽ നിർമ്മിക്കുന്നു. ക്ഷേത്രം പോലെ പരിശുദ്ധിയുള്ള സ്ഥലത്ത് വെച്ചേ കെട്ടുമുറുക്കാറുള്ളൂ. ചിലർ സൗകര്യാർത്ഥം ക്ഷേത്ര സങ്കേതങ്ങളിൽ വെച്ചും കെട്ടുമുറുക്കാറുണ്ട്. പന്തൽ അലങ്കരിച്ച് നിറപറ, വിളക്കുകൾ മുതലായവ തയ്യാറാക്കുന്നതാണ് ഭദ്രദീപം, അവൽ, മലർ, നാളികേരം മുതലായവ മാത്രമായാലും പോരായ്മയില്ല. അന്നദാനം നടത്തി മഹാജന അനുഗ്രഹം നേടിയ അയ്യപ്പൻ വിളക്ക് കൊളുത്തി വെച്ച് ഗുരുവിന്റെ ആജ്ഞാനുസരണം ലക്ഷണയുക്തമായ നാളികേരത്തിൽ സ്വാമി അഭിഷേകത്തിനുള്ള നെയ് നിറച്ച് തയ്യാറാക്കി വെക്കുന്നു. ഏറ്റവും ഭക്തിയോടുകൂടി സ്വാമിയെ സ്മരിച്ചും ശരണം വിളിച്ചും വേണം ഏത് കർമ്മവും. സ്വാമിയെ ധ്യാനിച്ച് ഉച്ചത്തിൽ ശരണം വിളിച്ച് വെറ്റില, പാക്ക്, നാണയം, നാളികേരം ഇവ ഒരുമിച്ച് മാറിടത്തിൽ ചേർത്ത് പിടിച്ച് സ്വാമിയെ തന്റെ പള്ളിക്കെട്ടിൽ ആവാഹിച്ച് പ്രതിഷ്ഠിക്കുന്നുവെന്ന് ധ്യാനിച്ച് മുൻകെട്ടിൽ സ്ഥാപിക്കുന്നു. അങ്ങനെ കെട്ട് സ്വാമി സാന്നിധ്യത്താൽ ചൈതന്യമുള്ളതായി ഭവിക്കുന്നു. പിന്നീട് ഭക്തി പുരസ്സരം 3 പ്രാവശ്യം കൈ നിറയെ അരി വാരിയിട്ട് മുൻകെട്ട് നിറയ്ക്കുന്നു. തുടർന്ന് സ്വാമിയുടെ മുദ്ര, അതായത് നെയ്ത്തേങ്ങ ഭദ്രമായി അതിൽ വെക്കുന്നു. ഇത്രയും ചെയ്ത ശേഷം വഴിപാട് സാമഗ്രികൾ പ്രത്യേകമായി നിക്ഷേപിക്കുന്നു. പെരിയ സ്വാമി അഥവാ ആചാര്യൻ ആ കെട്ടുമുറുക്കി കെട്ടുന്നു. അതിനുശേഷം കേരബലിക്കുള്ള നാളികേരവും മറ്റു പദാർത്ഥങ്ങളും ഇട്ട് പിൻകെട്ടും നിറച്ചു മുറുക്കി കെട്ടുന്നു. പിന്നീട് കെട്ട് ശരിയായി കെട്ടി തയ്യാറാക്കുന്നു. ഇത്രയുമായാൽ അയ്യപ്പന്റെ പള്ളിക്കെട്ട് മുറുക്ക് കഴിഞ്ഞു. പിന്നീട് ഗുരുദക്ഷിണ സമർപ്പിക്കുന്നു. ഞാൻ മുദ്ര ധരിച്ചതിൽ പിന്നീട് അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകൾ ക്ഷമിച്ച് ദർശന പുണ്യം നൽകി ഭക്തിയോടും സത്യത്തോടും ജീവിക്കുന്നതിന് അനുഗ്രഹിക്കണേ എന്നുറക്കെ വിളിച്ചു പറഞ്ഞ് കെട്ടിൻ പുറത്ത് വെറ്റില, പാക്ക്, പണം ഇവ ദക്ഷിണ സമർപ്പിച്ച് സാഷ്ടാംഗ പ്രണാമം ചെയ്ത് തൊട്ടുതൊഴുത് വന്ദിക്കണം. കർപ്പൂര ദീപം ആരാധിച്ച് പെരിയ ഗുരുവിന്റെ സഹായത്തോടെ കിഴക്കഭിമുഖമായി നിന്ന് പള്ളിക്കെട്ട് തലയിലേറ്റി ശരണം വിളിച്ച് കേരബലിയും നിർവഹിച്ച് ഭവനം വിട്ട് യാത്ര തിരിക്കാം. യാത്രാവസരത്തിൽ സ്വാമി ശരണമെന്നല്ലാതെ മറ്റൊരു ചിന്തയും ഉണ്ടാകാൻ പാടില്ല. തന്റെ ഭവനത്തെയോ മാതാപിതാക്കളെയോ തിരിഞ്ഞു നോക്കുകയോ അവരോട് യാത്ര പറയുകയോ ചെയ്യാൻ പാടില്ല. അനിയന്ത്രിതമായ വ്യവസനം കൊണ്ട് ഈ സന്ദർഭത്തിൽ കരയുന്ന ചില ശുദ്ധഹൃദയരെ ചിലയിടങ്ങളിൽ കാണാറുണ്ട്. സ്വാമി മന്ത്രോച്ചാരണം സർവ്വ ദുഃഖങ്ങളെയും അകറ്റുന്ന ദിവ്യ ഔഷധമായുള്ളപ്പോൾ ഒരുവിധ ക്ലേശത്തിനും ഒരാൾക്കും അവകാശമില്ല.